അഭിപ്രായം പറയാം കേട്ടോ. നല്ല സോഫ്റ്റും ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ്. അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അല്ല എനിക്കറിയാമായിട്ട് ചോദിക്കുക, ഓരോരുത്തർക്ക് വല്ലതൊക്കെ വാങ്ങിച്ച് തിന്നണമെങ്കിൽ അങ്ങനെ തിന്നാ പോരെ? എന്തിനോ എന്തോ ഇതെല്ലാം കൂടെ വീഡിയോ എടുത്ത് ഇതിനകത്തിട്ട് നമ്മളെയൊക്കെ കാണിച്ച് കൊതിപ്പിച്ച് ആർത്തി പിടിപ്പിച്ച്. അയ്യോ, ഗുണം പിടിക്കൂല ഇതൊന്നും. നോക്കിക്കോ, വയസ്സായവരെ ഇങ്ങനെയൊക്കെ വെറുതെ ചുമ്മാ കൊതി പിടിപ്പിക്കുന്നത് ഒന്ന് കണ്ട്. ചായ ചോദിച്ചിട്ട് 1/2 മണിക്കൂറായല്ലോ. കുറച്ച് ജോലി ഉണ്ടായിരുന്നമ്മ. പിന്നെ രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് 1/2 മണിക്കൂർ കൂടി ലേറ്റ് ആവും അമ്മ. ഡി കൊച്ചേ, ഒരു വരിയില്ല, ആർത്തി പിടിച്ച് വിശന്നിരിക്കുമ്പോ ഇങ്ങനത്തെ വർത്താനം ഒന്നും പറഞ്ഞോണ്ട് വരല്ലേ. അതെന്ത് പതിവില്ലാത്തൊരു ആർത്തി ഇന്ന്? ആർത്തി എന്ന് പറഞ്ഞാ മനുഷ്യനെ വിശക്കുമ്പോ അങ്ങനെയൊക്കെ അല്ലേ? അത് ശരി, എന്തോന്ന് ആർത്തി ഇന്ന്? ആഹാരം കഴിക്കണം. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ രാത്രിയില് കുറേ മരുന്ന് കഴിക്കുന്നുണ്ട്. എനിക്കറിയാം. അറിയാമല്ലോ, ഡയബറ്റീസിന്റെ അടക്കം. അപ്പൊ ഇതൊക്കെ കഴിച്ചേച്ച് നേരത്തെ കയറി കിടന്നുറങ്ങും. അപ്പൊ നേരം വെളുത്ത് ഒരു ചായയും കിട്ടത്തില്ല. കഴിക്കുന്നത് 1/2 മണിക്കൂർ കൂടെ വൈകുമ്മ. ഇങ്ങനെയൊന്നും വന്ന് പറയരുത് കേട്ടോ. നിനക്കറിയാമല്ലോ എന്റെ കാര്യമൊക്കെ. അറിയാം. ഈ ചായ കൊണ്ട് തരുമ്പോഴേ എന്തെങ്കിലും ഒന്ന് കടിക്കാൻ, ഒരു പഴംപൊരിയോ ഒരു നെയ്യപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് തന്നൂടെ കൊച്ചേ എനിക്ക് ഇതിന്റെ കൂടെ. അപ്പൊ പിന്നെ നിങ്ങൾ 1/2 മണിക്കൂറല്ല 1 മണിക്കൂർ താമസിച്ചാലും ശരി, ബ്രേക്ക്ഫാസ്റ്റ് കാര്യത്തിൽ എനിക്ക് പിന്നെ പരാതി ഇല്ലല്ലോ. പഴംപൊരി വേറെന്തോ എണ്ണയിൽ വറുത്തതല്ലേ? എണ്ണയിൽ വറുത്തുള്ള ആഹാരം നമ്മ കഴിക്കണ്ട. കൊളസ്ട്രോൾ എത്രയാണ് നമുക്ക് അറിയാമോ? അതൊക്കെ നീ പറയുന്നതൊക്കെ ശരി തന്നെ. അത്യാവശ്യം കൊളസ്ട്രോളൊക്കെ എനിക്കുണ്ട്. ഫുഡിന്റെ വീഡിയോ ഉണ്ടില്ലേ? ഫുഡിന്റെ വീഡിയോ അയ്യടാ, ഞാൻ വാർത്ത കണ്ടോണ്ടിരിക്കരുത്. ഫുഡ് കഴിക്കുന്ന വീഡിയോ അമ്മ കണ്ട്. കള്ളം പറയല്ലേ? എന്നാ ശരി. ഈ എണ്ണയിൽ ഇല്ലാതെ, എണ്ണ ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളില്ലേ? എന്തോന്ന്? കുഴിയിൽ കിട്ടുന്നത് മുട്ട മതിയാ? അയ്യടാ, മുട്ട പലഹാരം. ഓ എടി കൊച്ചേ, ഇവിടെ നോക്ക്. കുമ്പിളപ്പം, കിണ്ണത്തപ്പം, മറ്റേ അട, കൊഴുക്കട്ട, ഇതിനൊന്നും എണ്ണ വേണ്ടല്ലോ. അപ്പൊ ഇതൊക്കെയാണ് ഈ കൊതിച്ച് പറൂന് വേണ്ടത്. ശരി, ഞാൻ ഉണ്ടാക്കി തരാം. അയ്യോ, പക്ഷെ ഒരു കാര്യമുണ്ടമ്മ, ഈ വയനയിലേക്ക് ഞാൻ അങ്ങ് ശ്രീകാര്യം ചന്ത വരെ പോണം. പോണം. ഓട്ടോയ്ക്ക് പൈസ തപ്പരേ. നീ എവിടെന്നെങ്കിലും പോയി സംഘടിപ്പിച്ചോണ്ടോ. ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിൽ സാധാരണ വാഴയിലെങ്കിലും ഈശ്വര വെച്ച് ഉണ്ടാക്കി താകൊച്ചേ. അമ്മ ഞാൻ ഉണ്ടാക്കി തരാം. ഇന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ ഞാൻ അമ്മയ്ക്ക് ഉണ്ടാക്കി തന്നിരിക്കും. പോരെ? അത് മതി. പക്ഷെ എണ്ണയിൽ വറുത്തത് ഞാൻ ഉണ്ടാക്കി തരൂല. കൊച്ചമ്മ, എന്തോന്ന്? എന്താ പാടാ വാല് തീ പിടിച്ചോലെ ഇങ്ങനെ പാഞ്ഞു വരുന്നത്? കൊച്ചമ്മ, ഒരു ഞെട്ടിക്കുന്ന വാർത്ത പറയാനുണ്ട്, പക്ഷെ ഞെട്ടരുത്. ഞെട്ടിക്കുന്ന വാർത്തയാണ്, പക്ഷെ ഞെട്ടരുത് എന്ന് പറഞ്ഞ എങ്ങനെയാ? അല്ല, അങ്ങനെയാണ് വാർത്ത കൊച്ചമ്മ. എന്തോന്ന്? എന്തുവാ? നീ ആദ്യം വാർത്ത എന്താന്ന് വെച്ചാ പറഞ്ഞോ, പേടിപ്പിക്കാതെ. പോയി കൊച്ചമ്മ. ആര് പോയെന്ന്? പോയി. എന്തോ പറ. നമ്മളെല്ലാം വിട്ട് പോയി കൊച്ചമ്മ. ആര്? നമ്മുടെ വായിക്കണ വന്ന് എന്താന്ന് വെച്ചാ തിരുവനന്തപുരം സുനിത മേനൻ 58 വയസ്സ്. പെട്ടെന്നുണ്ടായ അസുഖം നിമിത്തം മരിച്ചു. ശവസംസ്കാരം വീട്ടുവളപ്പിൽ. നീ എന്തുവായി പറയുന്നത്? തന്നെ കൊച്ചമ്മ. എന്തുവാ മോളെ? നമ്മൾ അറിഞ്ഞില്ല. അത് തന്നെ, നമ്മുടെ കുടുംബത്തിലൊരു മരണം നടന്നിട്ട് നമ്മൾ അറിഞ്ഞില്ലെന്ന് ഇവൻ എന്തുവായി പറയുന്നേ? നീ ഒന്ന് അന്വേഷിക്കണമെന്ന്. അയ്യോ, എനിക്ക് ഒന്നും അറിഞ്ഞൂടെ ഈശ്വര. എന്തുവാടാ ചേച്ചി അറിഞ്ഞില്ലേ? അപ്പൊ അയ്യോ, അവരെന്തോ എന്തോ സമ്മതം തെറ്റിയിട്ടാണ് കേട്ടോ. എനിക്ക് തോന്നി സുനിത ആന്റിയും മുത്തോണ്ടാണല്ലോ എപ്പോഴും അടിയും വഴക്കും ഒക്കെ. അപ്പൊ അതിന്റെ എന്തെങ്കിലും ആയിരിക്കും. നീ വട്ടായൊന്നല്ല, നിങ്ങൾ എന്തിനും പറ്റിച്ചാണ്. അല്ല, മൊത്തത്തിൽ പറ്റിച്ചല്ല, പകുതി പറ്റിച്ചു, പകുതി പറ്റിച്ചിട്ടില്ല. അതായത് സുനിത മേനൻ 58 വയസ്സ്. ഇത് നമ്മുടെ സുനിത മേനല്ല, വേറൊരു സുനിത മേനൻ. പേടിക്കാതെ കൂട്ടത്തിലുള്ള ഒരാള് പോയി രാവിലെ പോയി കൊച്ചമ്മ എന്നൊക്കെ പറഞ്ഞ പേടിക്കൂലേ? എന്ത് തമാശ പറയണം നോക്കിയാണ്. ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്, സത്യം പറയുക. അത് പോട്ടെ, കുഴപ്പമില്ല. എന്തായാലും രണ്ടിനും പേടിച്ച് പറ്റിച്ചല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല തമാശ. അമ്മ ഇതാണ് പറയണത്, ഒരേ പേരിൽ 7 പേര് കാണുമെന്ന്. ഒരേ പേരിലല്ല, ഒരേ പോലെ 7 പേര് കാണും. ഒരേ പോലെ ഒരേ പേരിൽ 2 പേരുണ്ട്. ഒരു സുന്ദര മേനൻ.
ആവശ്യമില്ലാതെ മേടിച്ചെന്തായാലും. നേരം വെളുത്ത് വന്നിരിക്കുന്നു. പോയി കൊച്ചമ്മ പോയി. അല്ല സുരഭി, എന്തമ്മ? അല്ല ഒരു കാര്യം പറയാൻ പറഞ്ഞത്. നീ എന്താ പറഞ്ഞ കുമ്പിളപ്പം എന്റെ അമ്മ ഞാൻ ഉണ്ടാക്കി തരും. തരുമല്ല? ഓ ഇനി ആ ഫുഡ് വീഡിയോ കണ്ടോണ്ടിരിക്കരുത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.